ഐശ്വര്യ പ്രീ ബ്രൈഡൽ സിറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ നമുക്ക് ഫേസിൽ നല്ല സപ്പിളായിട്ട് നല്ല ഗ്ലോ ആയിട്ട് തോന്നുന്ന രീതിയിൽ വേണം എന്നാണ് ആൾക്ക് താല്പര്യം. ആളുടെ എന്നല്ല, ഇപ്പോൾ എല്ലാ ബ്രൈഡ്സിൻ്റെയും താല്പര്യം അത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിലൊരു ഫേഷ്യൽ തന്നെ ഇപ്പോൾ സജസ്റ്റ് ചെയ്യാം. ഗ്ലാസ് സ്കിൻ ഫേഷ്യലാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് ഐശ്വര്യയ്ക്ക്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒക്കെ കാണാം. പ്രീ ബ്രൈഡൽ സിറ്റിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഐശ്വര്യയുടെ മേക്ക് ഓവർ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഗായത്രി നായർ, അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട്. ഐ മേക്കപ്പ് ഇപ്പം ഞാനൊരു ബേസ് ഷെയ്ഡ് സാരിയുടെ അതേ കളർ കൊടുത്തു. ഞാൻ എൻ്റെ പുറത്തോട്ട് ചെറിയൊരു ഷിമ്മറി, അത് ഇഷ്ടമാണോ? എനിക്ക് ഗ്ലിറ്റർ അധികം വേണ്ട, മാറ്റ് ഷെയ്ഡ്. കുറച്ച് മാറ്റ് ഷെയ്ഡ് ഇട്ടിട്ട് കണ്ണൊന്ന് വാലിട്ട് എഴുതി കുറച്ച് വലുതാക്കി ഒന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ വന്ന് നോക്കിക്കോ. ബാബാ ബാബാ ബാ. ഇതിൽ മാറ്റ് ലുക്കിൽ തന്നെ ചെയ്തു. ചെറുതായിട്ടൊരു ബ്രൗണും ബ്ലാക്കും ഒക്കെ കൊടുത്ത് മാറ്റ് ഷെയ്ഡിൽ ചെയ്തു. ഗ്ലിറ്ററി ഇഷ്ടമല്ലാത്ത നമ്മുടെ ബ്രൈഡ് കണ്ണു നിറക്കോ. ഇനി ഫൗണ്ടേഷൻ കൂടി ചെയ്തു വരുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മൾ ഈ എക്സ്റ്റൻഷനൊക്കെ വെച്ചിട്ട് മെസ്സി ഹെയർ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ റിയൽ ഹെയറിൽ മെസ്സി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരിക്കില്ല, ഇങ്ങനെ പൊളിഞ്ഞ് ഇളകി വരും. അപ്പോൾ എത്ര കട്ടി ഉണ്ടെങ്കിലും നമ്മൾ മെസ്സി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും എക്സ്റ്റൻഷൻസും യൂസ് ചെയ്യാറുണ്ട്. ഹെയർ സ്റ്റൈല് എങ്ങനെയാ താല്പര്യം, എങ്ങനെ വേണമെന്നാ? കുറച്ച് മെസ്സി ആയിട്ട് ഫ്രണ്ടിലൊന്ന് വരണം, അധികം ടൈറ്റ് ആവാണ്ട് ഒരു കൈ വെച്ച് വാരി കെട്ടിയതുപോലെ. ടെമ്പിൾ വെഡിങ് ആയതുകൊണ്ട് തന്നെ ടെമ്പിൾ ജ്വല്ലറിയും, അതായത് ഒരു കേരള ജ്വല്ലറി ടൈപ്പാണ് കൂടുതലും ചൂസ് ചെയ്തത്. ഇനി അടുത്തതിന് വേറെ ആഭരണം ഇടുന്നുണ്ട്. അത് മാത്രമല്ല, ആളുടെ വള ശ്രദ്ധിച്ചോ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. അതിലില്ലേ റെഡ് ക്രിസ്റ്റൽ സ്റ്റോൺസ് വരുന്നത് കൊണ്ടാണ് അതിന് ഇത്രയും ഭംഗി കൂടിയിരിക്കുന്നത്. അപ്പോൾ കൈവച്ച് വാരി കെട്ടിയതുപോലെ തോന്നുന്നു. നമ്മൾ പറഞ്ഞു തീർന്നു, പക്ഷെ അത് ചെയ്തെടുക്കാൻ ഒത്തിരി സമയം എടുക്കും കേട്ടോ.